ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ലൈഫ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ 5 മണിക്ക് നമ്മളിതാ കുടജാദ്രിയിലോട്ട് പോകുന്ന യാത്രാവിശേഷങ്ങളാണ് കാണിക്കുന്നത്. കൃത്യം 5 മണിയായപ്പോഴത്തേക്കും നമ്മളുടെ ഹോട്ടലിൻ്റെ താഴെ ജീപ്പ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ രാവിലെ 5 മണിക്ക് കുടജാദ്രിയിലോട്ട് പോവുകയാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു, തണുപ്പും മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോവുകയാണ്. ഏകദേശം ഒരു 60 കിലോമീറ്റർ ഉണ്ട് കുടജാദ്രിയിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ സർവജ്ഞ പീഠം എത്താൻ വേണ്ടിയിട്ട് 60 കിലോമീറ്റർ ഉണ്ട്. അതിൽ 30 കിലോമീറ്റർ നമ്മളല്ലാതെ പ്ലെയിൻ റോഡ് യാത്രയാണ്. അതിനുശേഷം പിന്നെ വരുന്ന 28 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഓഫ് റോഡാണ്, ഫുള്ള് കുണ്ടും കുഴിയൊക്കെയാണ്. പിന്നീടുള്ള 2 കിലോമീറ്റർ നമ്മൾ നടന്ന് കയറേണ്ടതാണ് യാത്ര. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ഡ്രൈവർ പറഞ്ഞായിരുന്നു, എന്തെങ്കിലും വെള്ളമൊക്കെ വേണമെങ്കിൽ ഈ ട്രക്കിങ് കയറുന്നതിന് മുമ്പ് തന്നെ ഉള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും പിന്നെ കുറച്ചല്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നേ. പോണ വഴിക്ക് പിന്നെ എൻ്റെ അനിയത്തിക്കും പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്കൊക്കെ തല ഇറക്കുമെന്നൊക്കെ പറഞ്ഞ് അവർ വല്ലാത്തൊരവസ്ഥയിൽ കിടന്നുറങ്ങിയായിരുന്നുണ്ട്. പിന്നെ അവർക്ക് വേണ്ടി കുറച്ച് നാരങ്ങ മിഠായും അല്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിയേ. അങ്ങനെ നമ്മൾ വിജനമായ റോഡിലൂടെ ഏകദേശം ഒരു 30 കിലോമീറ്ററൊക്കെ നമ്മൾ യാത്ര ചെയ്തതിന് ശേഷം പിന്നീട് അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ ഓഫ് റോഡ് കയറുന്നതിന് മുന്നേ ഒരു ചെക്ക് പോസ്റ്റ് വരും. അവിടെ നമ്മളുടെ ട്രാവൽ ചെയ്യുന്ന എല്ലാവരുടെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ എഴുതി കൊടുക്കണം. അങ്ങനെ എഴുതിയെല്ലാം കൊടുത്തതിന് ശേഷം നമ്മളിത് ഓഫ് റോഡ് കയറാൻ പോവുകയാണ്. ഫുള്ള് കുണ്ടും കുഴിയും തന്നെയാണ്. ഓഫ് റോഡ് പോയവർക്കൊക്കെ അറിയാമായിരിക്കും. നീക്കുട്ടനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നേ, ഭയങ്കര ചിരിയായിരുന്നു അവളിങ്ങനെ വണ്ടി ചാടി ചാടി പോകുന്നതൊക്കെ കണ്ടിട്ട്. എനിക്കും ഇങ്ങനെ ഈ സൈഡിലിരിക്കുന്നത് കാരണം തല ഒരുമാതിരി വരും. എനിക്കിങ്ങനെ വണ്ടി എങ്ങോട്ടാണോ പോകണം ആ ഡയറക്ഷനിലോട്ട് നോക്കിയിരിക്കാതെ ഇരുന്നാൽ എന്തോ പോലെ വരും. അപ്പം ഞാനും ഏകദേശം ഇങ്ങനെ ഛർദ്ദിക്കുമോ എന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. പക്ഷെ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഈ കുണ്ടും കുഴിയിലൂടെയൊക്കെ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് 5 മണിയാണ്, ഞാൻ പറഞ്ഞില്ലേ, നല്ല ഇരുട്ടായിരുന്നു. പക്ഷേ നമ്മൾ ആ ട്രക്കിങ് കയറിയ സമയത്ത് ആ വെളിച്ചം ഇങ്ങനെ വരുന്നത് കാണാൻ നല്ല മനോഹരമായിരുന്നു. വണ്ടി ഇങ്ങനെ കുലുങ്ങി പോണ സമയത്തൊക്കെ ഞാൻ അനിയത്തിയും ഹസ്ബൻഡും അമ്മയും നോക്കിയായിരുന്നു. അവർ രണ്ടുപേരും കിളി പോയ അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു കേട്ടോ. ഇങ്ങനെ വണ്ടി ഭയങ്കര കുലുക്കമല്ലേ. നേരത്തെ അവർക്ക് എന്തോ പോലെയായിരുന്നു. ഈ വണ്ടിയും കൂടെ കുലുക്കം തുടങ്ങിയ സമയത്ത് അവർ ഫുള്ളങ്ങ് സീനായി. പക്ഷേ കണ്ണും അടച്ച് രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുകയായിരുന്നേ. വണ്ടിയുടെ പുറത്തുനിന്നുള്ള വീഡിയോ എല്ലാം ഹസ്ബൻഡാണ് ഫോൺ ഇങ്ങനെ താഴ്ത്തി വെച്ചിട്ടൊക്കെ എടുത്തത്. എനിക്ക് പേടിയായിരുന്നു ഫോൺ താഴെ വീഴുമെന്ന്. പക്ഷേ ആൾ നന്നായിട്ട് എടുത്തു കേട്ടോ. അങ്ങനെ കുറേ ഫുട്ടേജസ് അങ്ങനെ കിട്ടിയേ നമുക്ക്. അതൊക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാമേ. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ പറഞ്ഞായിരുന്നേ ഹസ്ബൻഡിൻ്റെ അടുത്ത് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി കുറച്ച് മുകളിലോട്ട് നിന്നിട്ട് വണ്ടിയുടെ ഫ്രണ്ട് വ്യൂ ഒന്ന് വീഡിയോ എടുക്കാൻ. അപ്പോൾ അത് ഡ്രൈവറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും അയാൾ കറക്റ്റ് സ്ഥലം എത്തിയപ്പോഴത്തേക്കും അവിടെ വണ്ടി നിർത്തി തന്നായിരുന്നേ. അങ്ങനെ നമ്മളുടെ വണ്ടി എങ്ങനെയാണ് സഞ്ചരിക്കുന്നതെന്നുള്ള വീഡിയോ ഹസ്ബൻഡ് മുകളിൽ ചെന്ന് നിന്നിട്ട് എടുത്തായിരുന്നേ. അതാണ് ഈ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ പിന്നീട് നമ്മളിത് കണ്ടപ്പോഴത്തേക്കും ഞെട്ടിപ്പോയി. ഇത്ര പൊങ്ങിയും താന്നൊക്കെയാണോ പോണേന്ന് നമുക്ക് തോന്നിപ്പോവും. ഇങ്ങനെ ശരിക്കും അവിടെ ഓട്ടിക്കുന്ന ഡ്രൈവേഴ്സിനെയൊക്കെ സമ്മതിക്കണം കേട്ടോ. ഇപ്പം നമുക്ക് മഴയൊന്നും ഇല്ലാത്തത് കാരണം സ്മൂത്തായിട്ട് പോകാൻ പറ്റി. ഇത്രയും കുണ്ടും കുഴിയാണെങ്കിൽ പോലും അടിപൊളിയായിട്ട് ഡ്രൈവർ ഓട്ടിച്ച് വണ്ടിയിലങ്ങ് പോകാൻ പറ്റിയേ. പക്ഷേ ഈ മഴ സമയത്തൊക്കെ പോകുന്നത് ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ്. ചില വഴിയൊക്കെ കണ്ടാലേ ഫുൾ പാറ പൊട്ടിച്ചിട്ടേക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നുവേ. അല്ലാത്തടത്തോടെ പോകുമ്പോഴത്തേക്കും മറ്റേ റെഡ് സോയിൽ പോലെയൊക്കെ ഇരിക്കും. എന്തായാലും ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു 28 കിലോമീറ്റർ കഴിഞ്ഞോ എന്ന്. പക്ഷേ ഡ്രൈവറിൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമ്പോൾ ഇനിയുണ്ടെന്ന് തന്നെ ആൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നേ. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അടിപൊളിയായിട്ടുള്ള വ്യൂ കാണാൻ പറ്റിയ സൺറൈസ്. കറക്റ്റ് ആ സൺറൈസ് നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റി. ഈ മലമുകളിൽ നിന്നിട്ടുള്ള സൺറൈസ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. ഭയങ്കര മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നേ. പിന്നെ നമ്മൾ ഈ സൺറൈസ് കാണാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടും ഡ്രൈവറിൻ്റെ അടുത്ത് കുറച്ച് നേരം വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞ് ഡ്രൈവർ അവർ തന്നെ നിർത്തി തന്നായിരുന്നേ കുറച്ച് നേരം. പിന്നെ നമ്മൾ ഈ മുകളിലോട്ട് ഹൈ റേഞ്ചിലോട്ട് കയറും തോറും ഈ ചെവിയെല്ലാം ഇങ്ങനെ അടഞ്ഞു പോകുന്ന ഒരവസ്ഥയായി. കാറ്റൊക്കെ കൊണ്ട് കുറച്ച് ദൂരം കൂടെ നമുക്ക് മുകളിലോട്ട് എത്താനുണ്ടായിരുന്നുള്ളേ. അതായത് ഈ ഓഫ് റോഡ് തീരാൻ വേണ്ടിയിട്ട് 28 കിലോമീറ്റർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ആ 28 കിലോമീറ്റർ തീരാൻ പോവുകയാണ്. ആ 28 കിലോമീറ്റർ തീരുന്നിടത്താണ് ജീപ്പുകളെല്ലാം പാർക്ക് ചെയ്യുന്നത്. അവിടെ നിന്നാണ് പിന്നീട് നമ്മൾ 2 കിലോമീറ്റേഴ്സ് മുകളിലോട്ട് നടക്കേണ്ടത്. പിന്നെ നമ്മൾ ആ വന്നിറങ്ങുന്നിടത്തൊരു കോവിലുണ്ട്. അവിടെ കയറി പിന്നെ നമ്മൾ തൊഴയൊക്കെ ചെയ്തിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് അതിൻ്റെയും തൊട്ട് മുകളിലൊരു കോവിലുണ്ട്. അങ്ങനെ 2 കോവിൽ കഴിഞ്ഞിട്ടാണ് പിന്നീട് ഫുള്ള് നമ്മൾ നടന്ന് കയറേണ്ടത്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നെന്ന് പറഞ്ഞില്ല. ഇരുന്ന സമയത്ത് ഒരാൾ അവിടെ വന്നേ. ഈ ഒരു പട്ടിക്കുട്ടിയെ കണ്ട ഉടനെ തന്നെ നീക്കുട്ടൻ അവളുടെ കയ്യിലിരുന്ന ബിസ്ക്കറ്റും കേക്കും ഒക്കെ എടുത്തിട്ട് അതിന് ഇട്ട് കൊടുക്കട്ടെ അമ്മ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മൾ ഇട്ട് കൊടുക്കാൻ പറഞ്ഞേ. അങ്ങനെ അവളത് ഇട്ട് കൊടുത്തു. അത് നന്നായിട്ട് കഴിച്ച് ഹാപ്പിയായി നിന്നേ. പിന്നെ അനിയത്തി ഇപ്പോൾ ഇത്തിരി ഓക്കെ ആയി വന്ന് പിന്നെ അവളെ വിളിച്ചുകൊണ്ടിരുന്ന ഫോട്ടോയൊക്കെ നമ്മൾ എടുത്തേ. പിന്നെ ഞാനും നീക്കുട്ടനും കൂടെ കുറച്ചങ്ങോട്ട് നടന്നു.
നടന്നു കഴിഞ്ഞ് ഇതാ ഇപ്പം ഞാൻ ഈ കാണിക്കുന്നില്ലേ ഈ വഴി കുറച്ചങ്ങോട്ട് കയറുമ്പോഴത്തേക്കും വേറൊരു ക്ഷേത്രം കൂടെ ഉണ്ട്. ആ ക്ഷേത്രം കൂടെ തൊഴുത് കഴിഞ്ഞിട്ട് വേണം പിന്നീട് നമ്മൾ അല്ലാതെ ഫുൾ ആ ഒരു 2 കിലോമീറ്റർ നടക്കേണ്ടത്. ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ക്ഷേത്രം. പോകുന്ന വഴിക്ക് ചെറിയൊരു അരുവിയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഒരു കുളമൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ നമ്മൾ 2 ക്ഷേത്രത്തിലും വഴിപാടിനൊക്കെ ഉള്ള രസീതൊക്കെ കുറിച്ചിട്ടാണ് നമ്മൾ മുകളിലോട്ട് നടന്നത്. തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ പ്രസാദമൊക്കെ കിട്ടുമെന്ന് പോറ്റിയെന്ന് പറഞ്ഞായിരുന്നേ. അങ്ങനെ നമ്മൾ ഇനി അങ്ങോട്ട് 2 കിലോമീറ്റർ ത്രൂ ഔട്ട് നടത്തമാണ്. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ നിന്ന് 5 മണിക്ക് ഇറങ്ങിയിട്ട് ഇവിടെ കുടജാദ്രിയുടെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും കറക്റ്റ് 7 മണി കഴിഞ്ഞ്. പിന്നെ അമ്മമാർക്കൊക്കെ ഇത്തിരി റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു 5-10 മിനിറ്റ് അവിടെ ഇരുന്നത്. പിന്നെ നമ്മളിതാ 7:15 ശേഷമാണ് മുകളിലോട്ട് നടക്കാനും തുടങ്ങിയത്. ഇതാണ് പോണ വഴി ഫുള്ളും കല്ലും കുഴിയൊക്കെ തന്നെയാണ്. നീയക്കുട്ടനെ നമ്മളിങ്ങനെ മാറി മാറി എടുക്കുമായിരുന്നു. നീയക്കുട്ടൻ പിന്നെ ഹസ്ബൻഡിൻ്റെ കയ്യിലിരുന്ന സമയത്ത് ഞാൻ കുറച്ച് മുകളിലോട്ട് പോയി. അങ്ങനെ ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ അങ്ങ് കയറി കുറച്ച് ദൂരം അങ്ങ് നടന്നു പോയപ്പോഴത്തേക്കും ഭയങ്കര കിതയ്ക്കായിരുന്നു. നമ്മൾ അത്ര ഹൈറ്റിലോട്ട് കയറി നടക്കുകയല്ലേ. പിന്നെ ഞാനും കുറച്ച് നേരം നടന്നിട്ട് അവിടെ നിന്നിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ മൈൻഡ് ക്ലിയർ ആണെങ്കിൽ വേറെ ഒരു പ്രശ്നമില്ല കേട്ടോ. നേരെ അങ്ങ് നടന്നു പോകാം. വേറെ നമുക്കൊരു തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും നമുക്ക് തോന്നില്ല. നന്നായിട്ടങ്ങ് നമുക്ക് നടന്നങ്ങ് പോകാൻ പറ്റും. പിന്നെ ഇച്ചിരി പ്രായമുള്ളവർക്കൊക്കെ പോകുമ്പോഴത്തേക്കാണ് നല്ല ബുദ്ധിമുട്ടുള്ളത്. കാരണം ഈ കല്ലൊക്കെ ഫുള്ളും ഇങ്ങനെ ഇളകിയൊക്കെ ഇരിക്കുകയാണ്. ചില കല്ലൊക്കെ നമ്മൾ തന്നെ നടക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ചരിയുമേ. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് പതുക്കെ പോകാൻ പറ്റത്തുള്ളൂ പ്രായമുള്ളവർക്ക്. അങ്ങനെ നമ്മൾ നടന്ന് പോണ വഴിക്ക് ചിലയിടത്ത് കാണുമ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ള തറ പോലെ നമുക്ക് തോന്നുവേ. കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും ചെറിയ കല്ല് പോലെയൊക്കെ കിടക്കും. പിന്നീട് കുറച്ച് ദൂരം കഴിയുമ്പോഴത്തേക്കും ഫുള്ള് ഉരുളൻ കല്ലല്ലാതെ നമ്മൾ ചവിട്ടുമ്പോൾ തന്നെ ചറുക്കി പോണ പോലത്തെ തരത്തിലുള്ള കല്ലുകളാണ്. അങ്ങനെ കുറേ ദൂരം നമ്മളിങ്ങനെ നടന്നു. പിന്നെ ഈ അമ്മമാർക്കൊക്കെ കുറേ നടക്കുമ്പോഴത്തേക്ക് അവർക്ക് പറ്റാത്ത കാരണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇരുന്നിരുന്നൊക്കെയാണ് പോയത്. വീട്ടിൽ നല്ല മഞ്ഞും ഒരു സൈഡിൽ ചെറിയൊരു വെയിൽ പോലെയൊക്കെ വന്ന് നല്ല ഒരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. മഴയെങ്ങാനായിരുന്നെങ്കിൽ നമ്മൾ പെട്ടനായിരുന്നു. മോളും കൂടെ ഉള്ളത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ദൈവം രക്ഷിച്ച് മഴ ഇല്ലായിരുന്നു. നല്ലൊരു കാലാവസ്ഥയായിരുന്നു, നല്ല അന്തരീക്ഷം, നമുക്ക് നടക്കാൻ പറ്റുന്ന നല്ലൊരു കാലാവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല ആ മഞ്ഞ് കാണാനൊക്കെ എന്ത് ഭംഗിയാണെന്ന്. ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും സൂപ്പറായിരുന്നു. നമ്മൾ നേരിട്ട് കാണുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരുന്നു കാണാൻ. അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് പോവുകയാണ്. പിന്നെ ചില സ്ഥലത്തൂടെ നമുക്ക് പോകാൻ പോലും പറ്റൂലായിരുന്നു. ഇങ്ങനെ കുഞ്ഞു വഴികളൊക്കെ ആയിരുന്നു, കുഴി പോലത്തെ സ്ഥലമൊക്കെ ആയിരുന്നു. ആ കുഴിയുടെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ കയറി വേണമായിരുന്നു നമ്മൾ വരാൻ.
അങ്ങനെ നമ്മൾ കുറേ ദൂരം നടന്ന് അവസാനം ഒരു സ്പോട്ട് എത്തിയപ്പോഴത്തേക്കും എല്ലാവരുടെ അടുത്തും ഒന്ന് ഇരിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്ന സമയത്ത് ഹസ്ബൻഡ് എടുത്ത വ്യൂ ആണ് ഈ കാണുന്നത്. ആളുടെ അടുത്തൊന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പം ആൾ കേട്ടില്ല. മുകളിൽ സർവജ്ഞ വീട് എത്തിയിട്ടേ ഇനി ഇരിക്കുന്നുള്ളെന്നൊക്കെയാണ് ആൾ പറഞ്ഞേക്കുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു 5-10 മിനിറ്റ് അവിടെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ യാത്ര തുടർന്നേ. കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ നടന്നു പോകാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇലയും ഈ ചെടികളും എല്ലാം കൂടെ കൊണ്ടിങ്ങനെ തിങ്ങി ഞെരുങ്ങി നിൽക്കുകയായിരുന്നു. നമ്മളതിങ്ങനെ നീക്കി മാറ്റിയിട്ട് വേണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. കുറേ ദൂരം ആയപ്പോഴത്തേക്കും പിന്നെ നീയക്കുട്ടൻ പറഞ്ഞ് നീയക്കുട്ടൻ നടക്കണമെന്ന്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവൾ നടക്കും. പിന്നീട് നമ്മൾ മാറി എടുക്കുകയൊക്കെ ചെയ്തേ. ആൾക്കും ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇങ്ങനെയൊന്നും ഇതുവരെ നടന്നിട്ടില്ലല്ലോ ഇതുപോലെയൊക്കെ. അപ്പോൾ അവളും ഭയങ്കര ഹാപ്പി ആയിരുന്നേ. പിന്നെ അമ്മമാർ രണ്ടും കുറച്ച് ദൂരം നടക്കും, പിന്നെ അവർ വീണ്ടും റെസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് വന്നത്. ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് പിന്നെ കാലും കൂടെ വയ്യാത്തത് കാരണം കുറച്ച് ദൂരം നടക്കും, പിന്നീട് ആൾ ഇരിക്കും. അങ്ങനെയൊക്കെയാണ് വന്നത്. പിന്നെ ഈ വഴിയൊക്കെ പോകാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നേ. ഇങ്ങനെ ഈ കല്ലൊക്കെ നമ്മൾ ചവിട്ടുമ്പോൾ തന്നെ ഇങ്ങനെ ഇളകി വരുന്ന തരത്തിലുള്ള കല്ലും കൂടെയാണ്. ഇവിടെയൊക്കെ നടക്കുന്ന സമയത്ത് നീയക്കുട്ടനെ പിന്നെ നമ്മൾ നടക്കാൻ സമ്മതിച്ചില്ല. അവളെ നമ്മൾ എടുത്തായിരുന്നു. കാരണം കല്ലിങ്ങനെ ഇളകി ഇരിക്കുന്ന കാരണം അത് ഡേഞ്ചറല്ലേ. അപ്പം മോളെ നമ്മൾ എടുത്തോണ്ടാണ് നടന്നത്. അങ്ങനെ കുറേ ദൂരം അച്ഛൻ്റെ കയ്യിൽ പിന്നീട് അവൾ ഇരുന്നേ. കുറേ ദൂരം എൻ്റെ കയ്യിലും ഇരിക്കണ്ടായി. അങ്ങനെ നമ്മൾ വീണ്ടും നടന്ന് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞായിരുന്നേ. ഇനി എത്ര ദൂരം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കാല് കഴിച്ചപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്ന്. അപ്പം ആദ്യം പോയ ആളുകളൊക്കെ കുറച്ച് പേര് തിരിച്ച് ഇറങ്ങുന്നത് ഉണ്ടായിരുന്നു. ഇത് ഈ വഴി ചാടിപ്പോയെന്നാണ് ഞാൻ നോക്കിയത്. ഓരോ ഏരിയ ഇങ്ങനെ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും ഞാൻ വിചാരിക്കും എത്താറായിന്നേ. അപ്പോൾ മുകളിലോട്ട് പോകണവരിങ്ങനെ താഴോട്ട് വരുമായിരുന്നു. മലയാളീസും ഉണ്ട്, അല്ലാത്ത ആളുകളുണ്ട് കേട്ടോ, നോർത്ത് ഇന്ത്യൻസും ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പം നമ്മൾ ഇടയ്ക്ക് അവരുടെ അടുത്ത് ചോദിച്ചായിരുന്നു എത്താറായോ എന്നൊക്കെ. അപ്പം കുറച്ചുകൂടെ ഉള്ളൂ എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. പിന്നീട് നമ്മളിങ്ങനെ മുകളിലോട്ട് എത്താറായി. അപ്പോൾ ഹസ്ബൻഡ് പറയുന്നത് എന്തായാലും ഉടനെ എത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ അച്ഛനും മോളും കൂടെ കളിക്കുകയാണ് അവിടെ നിന്ന്. പിന്നെ നമ്മൾ ഇത്രയും ദൂരം മുകളിൽ കയറിയില്ലേ, ഇത്ര ഹൈറ്റിൽ കയറിയില്ലേ. അപ്പം അവിടെ നിന്ന് ഈ സൈഡിൽ കൂടെ പോകുമ്പോഴത്തേക്കും നമുക്ക് താഴോട്ട് ആ കൊക്കയൊക്കെ കാണാൻ പറ്റും. അപ്പം ഞാൻ അതിൻ്റെ അടുത്തുകൂടെയൊക്കെ ഇങ്ങനെ പോയി നോക്കുകയാണ്. അപ്പം ഈ അമ്മമാർക്കൊക്കെ അതൊക്കെ ഭയങ്കര പേടിയാണ്. അങ്ങനെ ഭയങ്കര ആഴമാണ്. നമ്മൾ താഴോട്ടിങ്ങനെ നോക്കുമ്പോഴത്തേക്കും കാണാൻ പറ്റും, നല്ല ആഴമുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും നടന്ന് ഇവിടെ എത്താറായി. അങ്ങനെ രാവിലെ 7:15 നമ്മളിങ്ങനെ നടക്കാൻ തുടങ്ങിയ യാത്ര ഏകദേശം ഒരു 8:45 കഴിഞ്ഞ്, ഏകദേശം ഒരു 9 മണിക്കകത്ത്, 8:45 9 മണിക്കകത്ത് നമുക്ക് താഴെ നിന്ന് സർവജ്ഞ പീഠം കാണാൻ പറ്റി. അങ്ങനെ ഇനി പെട്ടെന്ന് എത്തുമെന്നുള്ള ഇതിൽ കൂടെ നമ്മളിതാ പെട്ടെന്ന് നടക്കുകയാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. നമ്മൾ ഇത്രയും ഈ 2 കിലോമീറ്ററുകളോളം നടന്നത് ഇവിടെ എത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ താഴെ നിന്ന് സർവജ്ഞപീഠം കണ്ടു എങ്കിൽ പോലും ഇനി കുറച്ചുകൂടെ നമുക്ക് നടക്കാവുള്ളൂ. പക്ഷേ ഇനി ഒരുപാട് ദൂരം നമുക്ക് എത്തേണ്ട പോലത്തെ ഒരു ഫീല് തോന്നുന്നു കേട്ടോ. അടുത്താണ് നിൽക്കുന്നത്, പക്ഷേ ഇനി ഇത്രയും കൂടെ പോയാൽ മതി. പക്ഷേ കുറേ ദൂരം ഇനിയും നടക്കേണ്ടി വരും എന്നുള്ള ആ ഒരു ഇതാണ്. പക്ഷേ നമ്മൾ അതെല്ലാം മറന്ന് വീണ്ടും അമ്മമാർ കയറിയാണ്. അമ്മമാരും അച്ഛനും അനിയത്തിയും പിന്നെ ഹസ്ബൻഡും ഞാനും മോളും കൂടെ മുകളിലോട്ട് കയറാണ്. അപ്പോൾ നമ്മൾ ഈ 2 മണിക്കൂറോളം വണ്ടിയിൽ യാത്ര ചെയ്ത് അടുത്ത 1 മണിക്കൂറോളം നമ്മൾ നടന്ന് യാത്ര ചെയ്ത് ഇവിടെ വരാനാണ്. നമ്മുടെ ശങ്കരാചാര്യർ തപസ്സനുഷ്ഠിച്ച് സർവജ്ഞ പീഠത്തിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും യാത്ര ചെയ്ത് ഇവിടെ എത്തിയത്. ശരിക്കും പറഞ്ഞാലേ ഈ സർവജ്ഞ പീഠം കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി. അതിനേക്കാൾ ഉപരി മൈൻഡൊക്കെ ഭയങ്കര ഭയങ്കര ഒരു പീസ്ഫുൾ സ്റ്റേറ്റൊക്കെ ആയി എന്ന് പറയൂലേ, അതുപോലെ ആയി. കാരണം ഇത്രയും ദൂരം ജീപ്പിലാണെങ്കിൽ പോലും 2 മണിക്കൂർ യാത്ര ചെയ്ത്, പിന്നെ അല്ലാതെ നമ്മൾ നടന്ന് ഏകദേശം ഒരു മണിക്കൂറോളം യാത്ര ചെയ്തത് ഇവിടെ എത്താൻ വേണ്ടിയിട്ടാണ്. ഈ ശ്രേഷ്ഠമായ ഈ ഒരു സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ടാണ്. അവിടെ നമ്മൾ ചെന്നപ്പോഴത്തേക്കും നമുക്ക് മുന്നേ വന്ന കുറച്ച് പേരൊക്കെ അവിടെ ഉണ്ടായിരുന്നേ. കുറേ പേരൊക്കെ അവിടെ നിന്ന് പ്രാർത്ഥിക്കായിരുന്നു. പിന്നെ നമ്മുടെ സർവജ്ഞ പീഠത്തിൻ്റെ അകത്ത് ശങ്കരാചാര്യരുടെ തന്നെ ചെറിയൊരു രൂപം ഉണ്ടായിരുന്നേ. അതിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ വിളക്കൊക്കെ കൊളുത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളവിടെയൊക്കെ കയറിയതിന് ശേഷം നീയക്കുട്ടനെയും കൊണ്ടകത്ത് കയറി നമ്മൾ പ്രാർത്ഥിച്ചു. ആ സമയത്ത് അവിടെ വേറെ ആളൊക്കെ ഇരുന്ന് ധ്യാനിക്കുന്നൊക്കെ ഉണ്ടായിരുന്നേ.
നീയക്കുട്ടൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ആളുടെ അടുത്തൊന്നും നമ്മൾ പറഞ്ഞില്ല. ആളവിടെ കിടന്ന് നമസ്കരിക്കുകയൊക്കെ ചെയ്ത് അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ പറയാതെ തന്നെ മോൾ ഇതൊക്കെ ചെയ്തപ്പോഴേ. പിന്നെ ഞാനും അവിടെ നിന്ന് തൊഴുത്, എല്ലാവരും നമ്മൾ തൊഴുതതിന് ശേഷം നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങിയേ. അങ്ങനെ നമുക്ക് 3/4 മണിക്കൂർ എടുത്തായിരുന്നേ നടന്നിങ്ങി മുകളിലെത്താൻ വേണ്ടിയിട്ട്. പിന്നെ താഴേക്ക് പോകാൻ നേരത്ത് നീയക്കുട്ടൻ ഇച്ചിരി നിർബന്ധമായി കേട്ടോ. താഴോട്ട് നമ്മൾ ഇറങ്ങാൻ ഏകദേശം ഒരു 1-1.25 മണിക്കൂറും കൂടെ എടുത്തായിരുന്നേ. അങ്ങനെ തിരിച്ചു പോണ വഴിക്ക് ഞാൻ ഫ്രണ്ടിൽ തന്നെ ഇരിക്കാമെന്ന് കരുതി, മറ്റേത് തല ഒരുമാതിരി വരുമെന്ന് കരുതി. അങ്ങനെ ഞാൻ ഫ്രണ്ടിലിരുന്നപ്പോഴത്തേക്കും നീയക്കുട്ടനും ഫ്രണ്ടിൽ വരണമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ 3 ആളും ഫ്രണ്ടിലിരുന്നാണ് വന്നത്. അങ്ങനെ ഏകദേശം ഒരു 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളതാ അങ്ങോട്ട് പോയപ്പോൾ കണ്ടില്ലേ ചെക്ക് പോസ്റ്റ്, അവിടെ എത്തി. തിരിച്ച് നമ്മൾ ഹോട്ടൽ റൂമിലെത്താൻ വീണ്ടും ഒരു 1 മണിക്കൂർ എടുത്തേ. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 12:30 ഹോട്ടൽ റൂമിലെത്തിയായിരുന്നു. ഇത് നമ്മളിതാ കുടജാദ്രിയിൽ നിന്ന് എടുത്തൊരു കല്ലാണ്. നമ്മൾ സൗപർണികയിൽ പോയപ്പോഴൊരു ഒരു ഹാർട്ട് ഷേപ്പിലെ കല്ല് ഞാൻ എടുത്തായിരുന്നു. ഇത് ഹസ്ബൻഡ് എടുത്ത കല്ലാണ്. ഇവിടെ വന്നതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ ബൈ.